ഓക്കെ, ഇൻഷാല്ല. നമ്മൾ ഇന്ന് ഹാപ്പിനെസിന്റെ ഒരു മെഡിറ്റേഷൻ ആണ് ചെയ്തത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനിവാര്യമായി വരുന്ന ഒരു സംഭവമാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ നമുക്ക് സന്തോഷം വേണം എന്നതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള, നമ്മൾ ഫീൽ ചെയ്യുന്ന, നമ്മളെ അനുഭവിക്കുന്ന, നമ്മുടെ കൂടെയുള്ളവരിലേക്കും സന്തോഷം വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, നമ്മുടെ അകത്ത് സന്തോഷമില്ലാതെ നമ്മൾ എങ്ങനെയാണ് പുറത്ത് മറ്റുള്ളവരിലേക്ക് ഒരു സാധനം കൊടുക്കുക എന്നുള്ളത്, അല്ലെ? നമുക്ക് ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് ഒരു ക്യാഷ് കടം ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ അടുത്ത് ക്യാഷ് ഉണ്ടെങ്കിലല്ലേ നമുക്കത് കടം കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെ? അതേസമയം തൊട്ടടുത്ത വീട്ടിൽ നിന്ന് വരികയാണ്, കുറച്ച് വേറെ എന്തെങ്കിലും സാധനത്തിൽ ചോദിച്ചത് വീട്ടിലേക്ക്, ജസ്റ്റ് അരിയോ പഞ്ചസാരയോ എന്തേലും, അവർക്ക് ജസ്റ്റ് ഷോപ്പിൽ ഇപ്പം ടൈം കിട്ടിയില്ല, കൊണ്ടുവന്ന സാധനം തീർന്നു പോയി, പെട്ടെന്ന് ആരോ ഗസ്റ്റും വന്നു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും, നമ്മൾ പെട്ടെന്ന് നെയ്ബേഴ്സിന്റെ ഹെൽപ്പ് തേടും, അല്ലെ? അപ്പൊ അങ്ങനെ നമ്മളോട്, നമ്മളുടെ അയൽവക്കത്തുള്ള അല്ലെങ്കിൽ നമ്മളോട് വേണ്ടപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വരുന്നുണ്ടെങ്കിൽ, നമുക്കത് അവർക്ക് നൽകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അത് വേണ്ടേ? നമ്മുടെ കയ്യിൽ അത് ഇല്ലാതെ കൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അതേപോലെ നമ്മുടെ ചുറ്റുപാടും നമ്മളെ ആശ്രയിച്ചിരിക്കുന്ന, നമ്മളെ സ്വാധീനിച്ചിരിക്കുന്ന നമ്മുടെ മക്കളായിക്കോട്ടെ, നമ്മുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ, നമ്മുടെ നെയ്ബേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ കൊളീഗ്സ് ആയിക്കോട്ടെ, നാമുമായി യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ കൂടെ യാത്രയ്ക്കുണ്ടാവുന്ന ഏതെങ്കിലും അപരിചിതരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, മറ്റുള്ളവർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? എന്തായിരിക്കാം മറ്റുള്ളവർ നമ്മളിൽ നിന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്? മറ്റുള്ളവർ നമ്മളിൽ നിന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു സ്നേഹത്തിന്റെ വാക്ക്, ഒരു സ്നേഹത്തിന്റെ നോട്ടം, ഒരു സ്നേഹത്തിന്റെ തലോടൽ, ഒരു സ്നേഹത്തിന്റെ സ്പർശനം. അങ്ങനെ നമ്മളിലുള്ള ഡിഫറെന്റ് ഡിഫറെന്റ് കാറ്റഗറിയിൽപ്പെട്ട ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഡിഫറെന്റ് തരത്തിലുള്ള സ്നേഹമായിരിക്കാം, അല്ലേ? എല്ലാവരോടും സ്നേഹത്തിന്റെ തലോടൽ നമ്മൾക്ക് ആഗ്രഹിക്കാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പോ ആ ഒരു സ്നേഹത്തിന്റെ തലോടലും, സ്നേഹത്തിന്റെ ഒരു വാക്കും, സ്നേഹത്തിന്റെ ഒരു നോട്ടവും, അങ്ങനെ ഏതുമാവട്ടെ, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്കനുസരിച്ചിട്ടായിരിക്കണം നമ്മളിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒഴുകി പോവേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? ഒരു സ്രോതസ് വേണം, അല്ലേ? ആ ഒരു സ്രോതസ്സാണ് സ്നേഹമാകുന്ന, സന്തോഷമാകുന്ന ആ ഒരു സ്രോതസ്. സന്തോഷമാകുന്ന ഒരു സ്രോതസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ മക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. മക്കളെ നമ്മൾ എങ്ങനെയാണ് സന്തോഷിപ്പിക്കുക? ഒന്നുകിൽ സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം, അല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ള ഒരു തലോടൽ, അല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ള ഒരു വാക്ക് പറച്ചിൽ. അങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് തരങ്ങളിൽപ്പെട്ട ഇനിയും ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ പറയാൻ. അപ്പൊ അങ്ങനെ അതിൽ പ്രധാനപ്പെട്ടതാണ് ഞാനിപ്പോ പറയേണ്ടായത്. അങ്ങനെ നമുക്ക് നാമുമായി ബന്ധപ്പെട്ട വ്യക്തികളുമായിട്ട് ഉള്ള കണക്ഷനിൽ നോക്കിയിട്ടായിരിക്കാം നമ്മൾ അവർക്ക് സെർവ് ചെയ്യുന്നുള്ളത്, അവർക്ക് നമ്മൾ കൊടുക്കുന്നുള്ളത്, അല്ലെ? ഇനി നമ്മുടെ അടുത്തേക്ക് പുറത്തു നിന്ന് ഒരാൾ വരികയാണെങ്കിലോ, പുറത്തു നിന്ന് വന്ന ഒരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കേണ്ടത് ആകെ സ്നേഹത്തിന്റെ ഒരു വാക്ക് മാത്രമായിരിക്കാം, ഓൾമോസ്റ്റ്. യെസ് ഓർ നോ? അപ്പൊ നമുക്ക് ഏകദേശം നമ്മുടെ പുറത്തു നിന്ന് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൊടുക്കേണ്ടത് സ്നേഹത്തിന്റെ ഒരു വാക്കായിരിക്കാം. ഇനി നമ്മളുടെ റിലേഷൻഷിപ്പിലേക്ക് വരികയാണെങ്കിലോ, അവിടെയും നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? സ്നേഹത്തിന്റെ എന്തൊക്കെയോ കൊടുക്കാനുണ്ട്, അല്ലെ? അതെന്താണ്? ചിലപ്പോൾ വേർഡ്സ് ആയിരിക്കാം, ചിലപ്പോൾ സ്പർശനായിരിക്കാം, ചിലപ്പോൾ തലോടലായിരിക്കാം. അങ്ങനെ എന്തും നമുക്ക് നമ്മൾ അങ്ങോട്ട് നൽകാൻ സന്നദ്ധനായിരിക്കുന്ന സ്ഥലമാണ്, അല്ലെ? എന്നിരുന്നാൽ പോലും നമ്മുടെ അകത്ത് ഈ സ്നേഹം എന്ന് പറയുന്ന, ഈ സന്തോഷം എന്ന് പറയുന്ന സാധനങ്ങളുടെ അളവ് വളരെ കുറവായതുകൊണ്ട്, അതിന്റെ സ്രോതസ് വളരെ ലോലായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല? നമുക്ക് നമ്മളുമായി കണക്ട് ചെയ്യപ്പെട്ട, നമ്മളുമായി വേണ്ടപ്പെട്ടവരിലേക്ക് ആ ഒരു സംഭവം ഫുള്ളി നമുക്ക് എത്തിപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ ഓരോരുത്തർക്കും ആവശ്യമുള്ളത്
എത്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് നമ്മളുടെ അകത്ത് സ്നേഹവും സമാധാനവും സന്തോഷവും നിറയ്ക്കുക എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് നമ്മുടെ അകത്ത് സ്നേഹവും സന്തോഷവും നിറയ്ക്കേണ്ടത്? സ്നേഹവും സന്തോഷവും നമ്മുടെ അകങ്ങളിൽ നിറഞ്ഞാൽ മാത്രമേ നമുക്ക് അത് മറ്റുള്ളവരിലേക്ക് ആവശ്യാനുസരണം നൽകാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെ? പക്ഷെ ഇത് എങ്ങനെ നമ്മുടെ അകത്ത് ഫില്ല് ചെയ്യപ്പെടും എന്നുള്ളതും കൂടിയാണ് നമുക്കൊന്ന് നോക്കേണ്ടത്. നമ്മുടെ അകത്ത് സ്നേഹവും സന്തോഷവും ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള, നാം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുണ്ടാവണം, അല്ലെ? ചുറ്റുപാടുകളിൽ നിന്ന് നാം ആഗ്രഹിക്കുന്ന, നാം ഇഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസുകൾ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മറ്റുള്ളവർക്ക് നമ്മുടെ അകത്തുള്ള സ്നേഹവും സന്തോഷവും നൽകിക്കൊണ്ടേയിരിക്കും. അതേസമയം നമ്മുടെ അകത്ത് നിറഞ്ഞിരിക്കുന്നത് സാഡ്നെസ് ആണെങ്കിലോ, അതുകൊണ്ട് നമ്മുടെ അകങ്ങളിലേക്ക് ഇത്തരം സ്നേഹവും സന്തോഷവും ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി വേണ്ടുന്ന സാധനങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നാം അതിന് പാത്രീഭവിച്ച് നിൽക്കുന്നതാണെങ്കിൽ ഒരിക്കലും നമുക്ക് ആവശ്യത്തിന് അത് ലഭിക്കില്ല. ആവശ്യത്തിന് നമുക്കത് ലഭിക്കാത്തിടത്തോളം കാലം നമ്മൾ ഒരിക്കലും തൃപ്തിയാവില്ല. അങ്ങനെ നാം സ്വയം ആവാതിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവരും എന്താവുന്നുണ്ട്? നമ്മളിൽ നിന്ന് തൃപ്തി കണ്ടെത്താത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടും. അതിനുള്ള ഒന്നാമത്തെ വഴിയാണ് നമ്മുടെ അകത്തേക്ക് സ്നേഹവും സന്തോഷവും കണ്ടെത്താനുള്ള ഏറ്റവും ബെസ്റ്റ് റൂട്ടാണ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടിരിക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക എന്നുള്ളത്. അങ്ങനെ നമുക്ക് നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതി നമ്മുടെ ഡെയിലി ലൈഫിൽ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അകങ്ങളിലേക്ക് സന്തോഷം നിറഞ്ഞുകൊണ്ടേയിരിക്കും. യെസ് ഓർ നോ? അനുഭവിച്ചവരെന്ന് പറഞ്ഞോളൂ. അപ്പോ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ആ ഒരു സംഭവം നമ്മുടെ അകങ്ങളിലേക്ക് നിറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അകത്ത് ഗ്രാറ്റിറ്റ്യൂഡ് നിറഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ അകത്ത് സന്തോഷത്തെ നിറയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ സന്തോഷം നിറയ്ക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൂളായ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ടൂളിനെ നമ്മൾ ഏവരും മുറുകെ പിടിക്കുക. മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ ദിവസവും നമുക്കുണ്ടാവുന്ന മൈന്യൂട്ടായ പോസിറ്റീവ് സംഭവങ്ങൾ നമ്മൾ എടുത്ത് എഴുതുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ അകത്ത് ഫുൾഫിൽ ചെയ്യപ്പെടും ഹാപ്പിനെസ്. കാരണം നമ്മൾ ഓരോ ദിവസവും നമുക്ക് കിട്ടിയ അത്രയും മൈന്യൂട്ടായ, അത്രയും ശ്രദ്ധേയമായതല്ലാത്ത, അത്രയും ആളുകൾ നിസ്സാരമാണെന്ന് കണക്കിലാക്കുന്ന അത്രമാത്രം നിസ്സാരതയിൽ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി പറ്റുന്ന പല കാര്യങ്ങളുമായിരിക്കാം നമുക്ക് ഹൈ ലെവലിൽ അങ്ങോട്ട് ഹാപ്പിനെസ് നിറക്കുന്ന ഒരു സംഭവമായി മാറുന്നുള്ളത് എന്നുള്ളത്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നമ്മുടെ അകത്തെ ഹാപ്പിനെസ് നിലനിർത്തുന്നത്? എങ്ങനെയായിരിക്കാം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ അകത്തെ ഹാപ്പിനെസ് നിലനിർത്തുന്നത്? അറിയോ? നമുക്ക് ഏറ്റവും വളരെ നിസ്സാരമായ, എല്ലാവരും ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ എടുത്ത് അതിന് ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ആ സംഭവത്തിനും ഒരുപാട് ഫീലിങ്സുകൾ ഉണ്ടാവാം. ആ സംഭവത്തിന്റെ ഫീലിങ്സ് എല്ലാം മാറ്റിവെച്ച് ആ സംഭവത്തിന് നമ്മൾ ഹൃദയത്തോട് ചേർത്തപ്പോൾ തിരിച്ച് ഏത് പ്രക്രിയക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയത് ആ പ്രക്രിയ നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് തരും എന്നുള്ളതാണ്. നമുക്കറിയാൻ വേണ്ടി പറ്റും 1-10 എന്നുള്ള രീതിയിൽ തിരിച്ചറിയുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അങ്ങനെ നമുക്ക് 1-10 പ്രതിഫലം കിട്ടുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡിന് നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ച് റബ്ബിൽ നിന്ന് കിട്ടുന്നത് 10 അല്ലേ? അങ്ങനെ 1-10 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. അതിലുപരി നമ്മളുടെ ഹൃദയത്തിൽ ഹാപ്പിനെസ്സിനെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങനെ ഫിൽ ചെയ്യപ്പെട്ട നമ്മളുടെ ഒരു
ഹൃദയവുമായി മറ്റുള്ളവരുടെ മുന്നിലേക്ക് നമ്മൾ പോകുമ്പോൾ, നേരത്തെ നാം ഏത് വസ്തുവിനാണോ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തത്, ആ വസ്തു തിരിച്ച് നമുക്ക് 1-10 എന്നുള്ള രീതിയിൽ നൽകിയിട്ടുണ്ടെങ്കിൽ, അത് നമ്മൾ വേറൊരു വ്യക്തിയെ നമ്മൾ ആ ഒരു ഹാപ്പിനെസ് നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ വേറൊരു യാദൃച്ഛികമായി നമ്മൾ കണ്ടുമുട്ടുകയാണ്, അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നമുക്ക് നമ്മൾ അങ്ങോട്ട് കൊടുത്തതിന് വീണ്ടും എന്താവുകയാണ്, വീണ്ടും നമുക്ക് വർധനവ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ആ ഒരു വർധനവ് എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും അത്യാവശ്യമുള്ളതല്ലേ? ആ ഒരു വർധനവിൽ നിന്നുകൊണ്ട് മാത്രമല്ലേ നമുക്ക് ചുറ്റുപാടുകളിലുള്ളവർക്ക് നമുക്ക് സമാധാനവും സന്തോഷവും നൽകാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സന്തോഷവും സമാധാനവും നൽകുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? അപ്പൊ ഇൻഷാ അള്ളാ നമുക്ക് ആ ഒരവസ്ഥയിൽ നമ്മുടെ അകത്ത് ഗ്രാറ്റിറ്റ്യൂഡിന്റെ വെളിച്ചം നിറച്ചുകൊണ്ട്, ആ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് നന്മകളെയും സന്തോഷത്തെയും നിറച്ചുകൊണ്ട്, നമുക്ക് ഇനി ഓരോ പ്രതിസന്ധികൾ വരുന്ന സമയത്തും നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഏതൊരു സങ്കടമുള്ള പ്രയാസം വരുന്നുള്ള ഏതൊരു വ്യക്തിയാണെങ്കിൽ പോലും അവരിലേക്ക് പോലും നമുക്ക് സ്നേഹത്തിന്റെ ഒരു തലോടൽ കൊടുക്കാൻ വേണ്ടി പറ്റട്ടെ. ഓക്കെ, അപ്പൊ ഇൻഷാല്ല ഇത്രയും സമയം പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ഇൻഷാല്ല നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സ്നേഹവും സന്തോഷവും അതിനെ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? സ്നേഹവും സന്തോഷവും മുറുകെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാവുന്ന ഇമോഷൻസിനെ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ട് പോയാലേ മതിയാവുള്ളൂ. അങ്ങനെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പിലോട്ടേക്ക് പോവുകയാണെങ്കിൽ ഇൻഷാ അള്ളാ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ലൈഫിനെ കളർഫുൾ ആക്കാൻ വേണ്ടി സാധിക്കും ഇൻഷാ അള്ളാ. ഓക്കെ അല്ലേ? വൈൻഡപ്പ് ചെയ്യട്ടെ? ഡൗട്ട് എന്തെങ്കിലും ഇല്ലെങ്കിൽ ഓക്കെ. അപ്പൊ ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. ദിനേന പറയുന്ന വേർഡ്സ് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ ചെയ്യുന്നത് വരെ. അപ്പൊ ഓക്കെ ഇൻഷാ അള്ളാ. റെക്കോർഡ് കേൾക്കുന്നവരും അതുപോലെ തന്നെ റെക്കോർഡ് കേട്ട് കഴിഞ്ഞാൽ, റെക്കോർഡ് കേട്ടിട്ടുണ്ട് എന്നെങ്കിലും ഒന്ന് ജസ്റ്റ് അറിയിക്കാൻ വേണ്ടി നോക്കണം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.